റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പാലക്കാട് പോക്സോ കേസിൽ പ്രതിയായ കായികാധ്യാപകനെതിരെ പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ. അധ്യാപകൻ മോശമായി പെരുമാറിയെന്ന് ഒരു വിദ്യാർത്ഥി കൂടി മൊഴി നൽകി. കൗൺസിലിംഗിനിടെയാണ് വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. പ്രതിയായ അധ്യാപകന്റെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ അറക്കൽ, ഇപ്പോൾ പുറത്തുവരുന്നത് ഇത് പാലക്കാട്ടുള്ള രണ്ടാമത്തെ ഒരു സ്കൂളിലെ മറ്റൊരു കായികാധ്യാപകനാണ്. നേരത്തെ നമ്മൾ സംപ്രേഷണം ചെയ്തത് മറ്റൊരു സ്കൂളിലെ ഒരു കായികാധ്യാപകന്റെ മറ്റൊരു അധ്യാപകൻ്റെതായിരുന്നെങ്കിൽ ഇതൊരു കായികാധ്യാപകനാണ്. അപ്പോൾ ഈ സ്കൂളിനെതിരെയും അന്വേഷണം വരുന്നു എന്ന് കേട്ടു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് കൂടുതൽ പരാതികൾ അധ്യാപകനെതിരെ വരുന്നു. കൂടുതൽ പരിശോധനയ്ക്കും കൂടുതൽ അന്വേഷണത്തിനും ഒരുങ്ങുകയാണോ സംഘം? ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അന്വേഷണ സംഘം സമഗ്രമായിട്ടുള്ള അന്വേഷണ നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇപ്പോൾ ഈ കായിക അധ്യാപകനെതിരെ മൂന്നാമത്തെ FIR ആണ് കസബ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാളെ ഒരു വിദ്യാർത്ഥിയോട് ലൈംഗികാതിക്രമം നടത്തിയതിന് കസബ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഈ കായിക അധ്യാപകൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതികളുമായി രംഗത്തേക്ക് എത്തുകയായിരുന്നു. കൗൺസിലിംഗിനിടയിലാണ് വിദ്യാർത്ഥികൾ ഈ കായിക അധ്യാപകനിൽ നിന്നുണ്ടായ ഈ ദുരനുഭവം വെളിപ്പെടുത്തുന്നത്. പിന്നീട് ഇക്കാര്യങ്ങളെല്ലാം സ്കൂൾ അധികൃതർ അറിഞ്ഞെങ്കിലും ഇത് CWCയോ പോലീസിലോ അറിയിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം പാലക്കാട് തന്നെ നടന്ന മറ്റൊരു സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് നൽകുന്നതിനിടയിലാണ് ഈ കായിക അധ്യാപകൻ ഈ വിദ്യാർത്ഥികളോട് ചെയ്തിട്ടുള്ള ഈ മോശമായിട്ടുള്ള പ്രവൃത്തി അത് പുറത്തു വരുന്നത്. പിന്നീട് കസബ പോലീസ് ഉടൻ തന്നെ അന്വേഷണം നടത്തുകയും ഈ കായിക അധ്യാപകനായ വടക്കഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിന്നാലെ നടത്തിയിട്ടുള്ള കൗൺസിലിംഗിനിടയിലാണ് ഇപ്പോൾ മൂന്നാമത്തെ വിദ്യാർത്ഥി കൂടി കായിക അധ്യാപകനെതിരെ മൊഴി നൽകിയിട്ടുള്ളത്. കായിക അധ്യാപകൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനിടയിൽ മോശമായി തന്നോട് പെരുമാറി എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ വിദ്യാർത്ഥിയും പോലീസിന് മൊഴി നൽകിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗുരുതര വകുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഒരു FIR തന്നെ കായിക അധ്യാപകനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇയാളിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ, മോശമായിട്ടുള്ള പ്രവൃത്തി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള ഒരു ആശങ്ക അത് പോലീസിനുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്. ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ CWC കടക്കുന്നു, പോലീസും കടക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കായിക അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടും സ്കൂൾ അധികൃതർ അത് പോലീസിനോ CWCയോ അറിയിച്ചില്ല എന്ന രീതിയിലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ അന്വേഷണം നടത്താൻ ഉള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു. സ്കൂൾ അധികൃതരോട് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരണം തേടും. അതിനോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കും. തെറ്റ് വന്നിട്ടുണ്ട്, സ്കൂൾ അധികൃതർ ഈ വിഷയം മറച്ചുവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് പൂർണ്ണമായും കണ്ടെത്തിയാൽ സ്കൂൾ അധികൃതരെ കൂടി ഈ കേസിൽ പ്രതികളാക്കി ഉൾപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. CWC കുട്ടികൾക്ക് വിശദമായിട്ടുള്ള കൗൺസിലിംഗ് നൽകാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. ആ കൗൺസിലിംഗിൽ കൂടി ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ വന്നാൽ കായിക അധ്യാപകനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങും. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ പോലീസ് സംഘത്തിന്റെ കയ്യിലേക്ക് വാങ്ങി അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. കാരണം മുമ്പ് പാലക്കാട് കല്ലേപ്പുള്ളി മേഖലയിലുള്ള ഒരു സ്കൂളിൽ നടന്ന ഈ സംഭവത്തിൽ അധ്യാപകന്റെ മൊബൈൽ ഫോണിൽ നിന്നും വിദ്യാർത്ഥികളുടെ ചില ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അതിനെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകന്റെ കൂടി മൊബൈൽ. താങ്ക് യു ഇക്ബാൽ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അധ്യാപകനാണ് എന്നുള്ളത് മറന്നു. അതാണ് കാരണം. ഇത് ആദ്യത്തെ സംഭവമല്ല. പാലക്കാട് മലമ്പുഴയിൽ നിന്ന് മറ്റൊരു സ്കൂളിന്റെ കാര്യത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പിന്നീട് ആദ്യം ഒരു കേസ് വന്നു. പിന്നീട് കൗൺസിലിംഗ് നടന്നപ്പോഴാണ് കൂട്ടത്തോടെ പരാതികൾ വരുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ആ കായികാധ്യാപകനെതിരെ 1, 2, 3 പല FIRകൾ ഇടേണ്ടി വരുന്ന സാഹചര്യം. അത് കഴിഞ്ഞ് ഇപ്പോൾ നഗരമധ്യത്തിലുള്ള മറ്റൊരു സ്വകാര്യ സ്കൂളിലെ കായികാധ്യാപകൻ, അവിടെയും ആദ്യം ആ സ്കൂളിലല്ല മറ്റൊരു സ്കൂളിലേക്ക് കുട്ടി പോയതിനു ശേഷം അവിടെ നടത്തിയ കൗൺസിലിംഗിലാണ് വിവരം പുറത്തു വരുന്നത്. പിന്നീട് ഇവിടെയും ഈ സ്കൂളിലും കൗൺസിലിംഗ് നടത്തിയപ്പോൾ വരുന്നു വീണ്ടും 1, 2, 3 മൂന്നാമത്തെ FIR ആണ് ഈ അധ്യാപകനെതിരെ ഇടാൻ പോകുന്നത്. കായിക അധ്യാപകനാണ്. അധ്യാപകനെന്ത് മറന്നു.